മലയാളികൾക്കൊക്കെ സുപരിചിതനായിട്ടുള്ള കോൺഫ്ലുവൻസ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ് എന്ന വ്യക്തി സ്വയം ജീവനൊടുക്കി എന്നുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രശസ്തനായിട്ടുള്ള ഒരു മഹത് വ്യക്തിയായിരുന്നു CJ റോയ്. സ്വയം വെടിവെച്ചു മരിച്ചു എന്നുള്ള വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത കേൾക്കുന്ന ഏതൊരാൾക്കും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ തന്നെ എനിക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാർത്ത തന്നെയായിരുന്നു. CJ റോയ് അദ്ദേഹത്തിന്റെ ബാംഗ്ലൂരിലെ ഓഫീസിൽ വെച്ച് സ്വയം വെടിവെച്ച് മരണപ്പെട്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ശ്രീനാരായണ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം ബാംഗ്ലൂരിലെ നാരായണ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കോൺഫ്ലുവൻസ് ഗ്രൂപ്പിന്റെ പല ഓഫീസുകളിലും കുറച്ച് ദിവസങ്ങളായിട്ട് EDയുടെയും അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെയും റെയ്ഡുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പ്രഷർ താങ്ങാതെയാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വരുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. മലയാളികൾക്ക് വളരെ സുപരിചിതനായിട്ടുള്ള CJ റോയ് എന്ന വ്യക്തി സ്വയം വെടിയുതിർത്ത് ജീവനെടുത്തിരിക്കുന്നു. വളരെ ജനകീയമായിട്ടുള്ള പല TV ഷോകളുടെയും ടൈറ്റിൽ സ്പോൺസറായി വന്നിട്ടുള്ള കോൺഫ്ലുവൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള CJ റോയ് ആ രീതിയിലും ഒരുപാട് മലയാളികൾക്ക് സുപരിചിതനാണ്. കൂടാതെ കോൺഫ്ലുവൻസ് ഗ്രൂപ്പ് എന്ന റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യത്തിലൂടെ ഇന്ത്യക്ക് പുറത്തും വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് CJ റോയ്. 56-കാരനായിട്ടുള്ള CJ റോയ് വളരെ പോസിറ്റീവായിട്ട് എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ ഇന്ററാക്ട് ചെയ്യുകയും വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകൾ സ്പ്രെഡ് ചെയ്യുകയും ബിസിനസിന്റെ പല സാഹചര്യങ്ങളുടെയും അതായത് പല ഉയർച്ച താഴ്ചകളിലൂടെ പോകുന്ന സമയത്തും വളരെ പോസിറ്റീവായിട്ടും കോൺഫിഡന്റ് ആയിട്ടും കൂടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് വന്ന് വിജയിച്ച വലിയൊരു ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു CJ റോയ്. കൂടാതെ മനുഷ്യൻ ഈ ലോകത്ത് നേടുന്ന എല്ലാ നേട്ടങ്ങൾക്കും അപ്പുറം, എല്ലാ സാമ്രാജ്യങ്ങൾക്കും അപ്പുറം, എല്ലാ സമ്പത്തിനും അപ്പുറം മനുഷ്യന്റെ സമാധാനത്തിനും സന്തോഷത്തിനുമാണ് ഏറ്റവും വലിയ പ്രാധാന്യമെന്നും അത് മാത്രമാണ് എന്നും സ്ഥായിയായി നിലനിൽക്കുന്ന സത്യം എന്നുള്ള തിരിച്ചറിവും കൂടെ അദ്ദേഹത്തിന്റെ മരണം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായിട്ട് കാണാം. ദിസ് ഇസ് മനാഫ്. താങ്ക് യു.